രുദ്രാക്ഷം. എൻ്റെ ഭഗവാനെ, എന്തോരം കാഴ്ചകളാണ് കാണേണ്ടത്. നേരം വണ്ണം ഇത്തിരി ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാണ്ടായി. ഹോട്ടലിൽ നിന്നും ഇറങ്ങി പാർക്കിങ്ങിലേക്ക് നടക്കവേ ചിമ്മു സ്വയം പറഞ്ഞു. ഫുഡ് ശരിക്കും കഴിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് അർജുൻ പാഴ്സൽ വാങ്ങിയാണ് ഇറങ്ങിയത്. ചിമ്മു വാതോരാതെ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അർജുൻ ഒന്നും കേട്ട ഭാവം പോലും നടിച്ചില്ല. ഓ, കാലം പോയി പോക്കേ. ഇനി എന്തൊക്കെ കണ്ടാലാണോ. കാറിൽ കയറവേ അവൾ പിന്നെയും പറഞ്ഞു, കാലത്തെ കോളേജിൽ പോവാണെന്ന് പറഞ്ഞ് ഓരോരുത്തരും ഇറങ്ങും. ഇവളൊക്കെ എവിടെയാണെന്നോ എങ്ങോട്ടാണെന്നോ ഒന്നും പാവം പിടിച്ച മാതാപിതാക്കൾക്കറിയില്ല. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മക്കളെ പഠിപ്പിച്ചു വലുതാക്കും. ഇതുങ്ങളൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതോ? ഓ കഷ്ടം. സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് ഹോട്ടലിലേക്ക് നോക്കിക്കൊണ്ടാണ് അവൾ വീണ്ടും പറയുന്നത്. ഒന്ന് നിർത്തുന്നുണ്ടോ നീയ? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. അർജുൻ അലറിയതും ചിമ്മു ഞെട്ടലോടെ മുഖം തിരിച്ച് അവനെ നോക്കി. അവർക്ക് തോന്നിയ പോലെ അവർ നടന്നോളൂ. നീ ആരെയും നന്നാക്കാൻ മെനക്കെടണ്ട. ആ, ഞാൻ അവരെ നന്നാക്കുന്ന കാര്യമല്ലല്ലോ പറഞ്ഞത്. ആ പെൺകുട്ടിയൊക്കെ കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരിക്കും. എന്നിട്ട് വല്ലവൻ്റെയും കൂടെ കറങ്ങി നടക്കുമല്ലേ. അവൻ കാണിച്ച തെമ്മാടിത്തരം അർജുനേട്ടൻ കണ്ടതല്ലേ. ഞാനത് പറഞ്ഞെന്നേ ഉള്ളൂ. ആരൊക്കെ എന്തൊക്കെ കാണിക്കുന്നുണ്ടെന്ന് നോക്കാനായിട്ടാണോ നീ ഹോട്ടലിൽ വരുന്നത്? അവന് പിന്നെയും ദേഷ്യം. എന്ന് ഞാൻ പറഞ്ഞു ഏട്ടാ. എങ്കിൽ പിന്നൊന്നും മിണ്ടാതിരിക്കുക. വെറുതെ കിടന്ന് ചിലച്ചോളും. നേരം കുറേ തുടങ്ങിയിട്ട്. അർജുൻ വഴക്ക് പറഞ്ഞതും പിന്നീട് വീടെത്തും വരെയും ചിന്മയ ഒരക്ഷരം പോലും സംസാരിച്ചില്ല. ഇരുവരും നേരെ വീട്ടിലെത്തിച്ചേർന്നപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിരുന്നു. ഡോർ തുറന്ന് അകത്തേക്ക് കയറിയ ശേഷം അർജുൻ നേരെ ഫ്രഷ് ആവാനായി പോയി. അവൻ തിരികെ വന്നപ്പോൾ ചിന്മയി അടുക്കളയിലാണ്. ഡ്രസ്സ് മാറ്റിയ ശേഷം അവൾ ഒരു ചായ ഇടാനുള്ള തന്ത്രപ്പാടിലാണ്. ഞാൻ ചെയ്തോളാം. തൊട്ട് പിന്നിൽ നിന്നും അർജുൻ പറയുന്ന കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ഗൗരവത്തിൽ നിൽക്കുവാണവൻ. ചിന്മയി പെട്ടെന്ന് പിന്നിലേക്ക് നീങ്ങി നിന്നു. അർജുനായിരുന്നു ചായ തയ്യാറാക്കിയത്. ഇത്തിരി നേരം നിന്ന ശേഷം അവൾ ബെഡ്റൂമിലേക്ക് പോയി. ഒന്ന് മേല് കഴുകി ഫ്രഷായി വരാമെന്ന് കരുതി വാഷ്റൂമിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് അർജുൻ അവളെ വിളിച്ചത്. നിനക്ക് ചായ വേണ്ടേ? കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ കയറിപ്പോയപ്പോൾ ചിന്മയുടെ അമ്മ രേഷ്മ അവളെ ഫോണിൽ വിളിച്ചു. അർജുൻ എടുത്തു നോക്കിയപ്പോൾ അമ്മയാണെന്ന് മനസ്സിലായി. അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. വീണ്ടും വീണ്ടും ഫോൺ റിങ് ചെയ്തതും അർജുൻ അതെടുത്ത് ഓഫ് ചെയ്തു വെച്ചിട്ട് സ്വീകരണ മുറിയിലേക്ക് ഇറങ്ങിപ്പോയി. കുളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച ശേഷം ഫോണെടുത്ത് നോക്കിയപ്പോഴാണ് അത് ഓഫായിരിക്കുന്നത് ചിമ്മു കാണുന്നത്. പെട്ടെന്ന് തന്നെ അവൾ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോഴേക്കും അമ്മയുടെ മിസ്ഡ് കോൾസ് കണ്ടു. ശോ, അമ്മ വിളിച്ചിരുന്നല്ലേ. ഞാനൊട്ട് കണ്ടതുമില്ല. തന്നെത്താനെ പറഞ്ഞുകൊണ്ട് ചിന്മയി ഫോണെടുത്തു. ഹലോ മോളെ, അമ്മ 4-5 തവണ നിന്നെ വിളിച്ചു. നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? സോറി അമ്മേ, ഞാൻ കുളിക്കാൻ കയറിയതാ. അതെയോ? അർജുനോടെ? ഏട്ടനപ്പുറത്തുണ്ട്. അമ്മ എന്തെടുക്കുവാ? ഞാനിവിടെ വെറുതെ ഇരുന്നപ്പോൾ മോളെ വിളിച്ചതാ. 2-3 തവണ വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയി. അർജുനെ വിളിച്ചപ്പോൾ ആളും എടുത്തില്ല. ഏട്ടൻ പുറത്തെവിടെയാണമ്മേ? അതായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ചിമ്മു അമ്മയോട് സംസാരിച്ചിരുന്നു. അർജുൻ മനഃപൂർവ്വം ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതാണെന്ന് അവൾക്ക് പിടികിട്ടിയിരുന്നു. ശരിക്കും അവൾക്ക് ദേഷ്യം വന്നു. അമ്മയോട് സംസാരിച്ച് വെച്ച ശേഷം അവൾ അർജുൻ്റെ അടുത്തേക്ക് വേഗത്തിൽ വന്നു. എൻ്റെ ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചത് അർജുനേട്ടനായിരുന്നോ? അവൾ ദേഷ്യത്തിൽ ചോദിച്ചു. അവളോട് അതിനുള്ള മറുപടി പറയാതെ അലക്ഷ്യമായി അർജുൻ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. ചോദിച്ചത് കേട്ടില്ലേ? അവൾ വീണ്ടും ശബ്ദമുയർത്തി. മാറിപ്പോടി. കസേരയിൽ നിന്ന് എഴുന്നേറ്റ ശേഷം അവൻ അവളെ തള്ളി നീക്കി. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ഒന്നും യാതൊരു സ്നേഹവും ബഹുമാനവും ഇല്ലെന്നുള്ളത് എനിക്കറിയാം. എന്നാൽ ഞാനങ്ങനല്ല. എനിക്കെൻ്റെ വീട്ടുകാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബാക്കി എന്തും. അവരെ ധിക്കരിക്കാൻ മേലാത്തതുകൊണ്ടാണ് നിങ്ങളെ വിവാഹം കഴിക്കാൻ പോലും ഞാൻ സമ്മതിച്ചത്. ഇനി മേലിൽ എൻ്റെ പ്രൈവസിയിൽ കയറി ഇടപെടരുത്. എൻ്റെ ഫോണിൽ തൊട്ടു പോയേക്കരുത്. അവനെ നോക്കി ആദ്യമായി ചിമ്മു ശബ്ദം ഉയർത്തി. നീ ആരെയടി പേടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അർജുൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. എന്നാൽ ചിന്മയി യാതൊരു കൂസലുമില്ലാതെ അവൻ്റെ മുമ്പിൽ തറഞ്ഞു നിന്നു. പറയാനുള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയും. അതാരാണേലും ശരി. എന്നെ പതിക്കുന്ന കാര്യവുമല്ല.
എൻ്റെ ഫോണെടുത്ത് സ്വിച്ച് ഓഫ് ചെയ്ത്. അർജുനേട്ടന് വെക്കേണ്ട കാര്യമില്ല. അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അത് അത്രയ്ക്ക് വലിയ തെറ്റായിപ്പോയോ? ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ പെരുമാറാൻ പറ്റും. അതിന് നിനക്കെന്താടി? പെട്ടെന്ന് അർജുൻ്റെ ഫോൺ ശബ്ദിച്ചു. അവളെടുത്തിട്ട് അത് സ്വിച്ച് ഓഫ് ചെയ്തു. ശേഷം ടേബിളിൽ വെച്ചിട്ട് തിരിഞ്ഞു വന്നു. അർജുൻ അപ്പോഴേക്കും അവളുടെ ഇടങ്കയിൽ പിടിച്ച് അവളെ പിന്നിലേക്ക് വലിച്ചു. തിരിഞ്ഞു വന്നവൾ അവൻ്റെ നെഞ്ചിൽ തട്ടിയാണ് നിന്നത്. എൻ്റെ ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് ചെയ്യടി. അർജുൻ ചിമ്മുവിനെ നോക്കി അലറി. പക്ഷെ യാതൊരു കൂസലും കൂടാതെ ചിമ്മു നിന്നു. ഡി, നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ? അവൻ വീണ്ടും ആവർത്തിച്ചു. അർജുനേട്ടൻ ഓഫ് ചെയ്തു വെച്ചാ എൻ്റെ ഫോൺ ഞാനാണ് ഓണാക്കിയത്. അതുപോലെ ഇതും ചെയ്തോളൂ. നിന്നോട് ഞാൻ ഇപ്പം പറഞ്ഞത് എൻ്റെ ഫോൺ ഓൺ ചെയ്യാനാണ്. അത് നീ അനുസരിച്ചാൽ മതി. ഇങ്ങോട്ട് കൂടുതൽ സംസാരം വേണ്ട. എനിക്ക് പറ്റില്ല. ആമി, അവൻ ഉച്ചത്തിൽ വിളിച്ചു. ആമിയോ? അതാരാണ്? മര്യാദയ്ക്ക് ഫോൺ ഓൺ ചെയ്യാമി. ഞാൻ ചിന്മയാണ്, ആമിയല്ല. ഓൺ ചെയ്യാൻ സൗകര്യമില്ല, അത്ര തന്നെ. അവൾ അകത്തേക്ക് കയറിപ്പോയതും അർജുൻ ആമിയെ പിടിച്ചു വലിച്ചു. എന്നിട്ട് അവളുടെ കയ്യിൽ ശക്തമായി പിടുത്തമിട്ടു. ആ, വിട്ടേ. അവൾ കൈ വിടുവിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അർജുൻ ശക്തിയിൽ പിടിച്ചു. ശേഷം അവൻ്റെ മൊബൈൽ എടുത്തിട്ട് അവളുടെ വിരൽ ഉപയോഗിച്ച് ഓൺ ചെയ്തു. വേദന കൊണ്ടും ദേഷ്യം കൊണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ഞാൻ പറയുന്നത് നിന്നെക്കൊണ്ട് അനുസരിപ്പിക്കാൻ എനിക്കറിയാം. അതിനുള്ള സകല അധികാരവും ഈ അർജുനുണ്ട്. നിനക്കെന്നെ ശരിക്കും അറിഞ്ഞുകൂടാ. അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ടാണ് അർജുൻ പറഞ്ഞത്. ഒപ്പം അവളുടെ കഴുത്തിൽ കിടന്ന താലിമാല വലിച്ച് കയ്യിലെടുത്തു. ദേ, ഇത് ഞാൻ വെറുതെ കെട്ടിത്തന്നതല്ല, കേട്ടോടി. ഒന്നുകൊണ്ട് ഓർമ്മിപ്പിച്ച ശേഷം അർജുൻ ചിമ്മുവിൻ്റെ അടുത്തുനിന്ന് മാറിപ്പോയി. ചിമ്മു ബെഡ്റൂമിലേക്ക് പോയി. എന്നിട്ട് അവിടെ കിടക്കയിൽ ചുരുണ്ടുകൂടിയിരുന്നു. കാൽമുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് മുഖം അതിലേക്ക് ചേർത്ത് വെച്ച് ഏങ്ങലടിച്ചുകൊണ്ട് ആ ഇരിപ്പ് കുറേ നേരം ഇരുന്നു. അർജുൻ കയറി വന്നപ്പോൾ ചിമ്മു ഇരുന്ന് കരയുന്നതാണ് അവൻ കണ്ടത്. നീ എന്തിനു കരയുന്നത്? അർജുൻ ചോദിക്കുന്ന കേട്ടെങ്കിലും അവൾ മുഖം ഉയർത്തി നോക്കാതെ ഇരുന്ന് കരഞ്ഞു. ഡി, നിന്നോട് ചോദിച്ച് കേട്ടില്ലേ? അവൻ പിന്നെ ചോദിച്ചു. അപ്പോഴേക്കും ചിമ്മു ബെഡിലേക്ക് ചെരിഞ്ഞു കിടന്നു. നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? പലതവണ അവൻ ചോദിച്ചു. പക്ഷേ പെണ്ണ് അനങ്ങാതെ കിടന്നു. വാശിയായിരുന്നു, അവനോടുള്ള വാശി. നീ ഒന്നും കഴിക്കുന്നില്ലേ? അർജുന് ശരിക്കും ദേഷ്യം വന്നു. ഇനി മേലിൽ നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നേക്കരുത്. ഞാനും വരില്ല. ഒന്ന് തല ഉയർത്തിയ ശേഷം അവൾ പറഞ്ഞു. എന്നിട്ട് അതുപോലെ വീണ്ടും കിടന്നു. പിന്നീടോട്ട് അർജുൻ വന്നതുമില്ല. രാത്രിയായപ്പോൾ അവൾക്ക് ശരിക്കും വിശന്നു. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും ചിമ്മു കിടന്നു. അർജുൻ അവളുടെ അരികിലായി വന്ന് കിടന്നിട്ട് നേരം കുറേയായി. അവൻ ഫോണിൽ എന്തോ ക്ലാസ് കേട്ടാണ് കിടപ്പ്. ഈ കുറങ്ങാൻ മേലെ എത്ര നേരം ഈ കിടപ്പ് തന്നെ. പെണ്ണിന് ദേഷ്യം കൊണ്ട് വിശപ്പ് കൊണ്ടും വല്ലാണ്ട് വിറച്ചു. പിന്നീട് വിശന്ന് തന്നെ അവൾ കിടന്നുറങ്ങി. അർജുനോട് പിണങ്ങിത്തന്നെയാണ് ചിമ്മു ഇപ്പോഴും കഴിയുന്നത്. എന്നാൽ ഇന്ന് അവർ രണ്ടുപേരും കോളേജിലേക്ക് പോകുകയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇരുവരും കാലത്ത് എഴുന്നേറ്റു. ചിമ്മു ആദ്യം കുളിച്ച് റെഡിയായി. വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു. ശേഷം അർജുൻ കുളിച്ചു വന്നത്. അവനും അല്പനേരം പ്രാർത്ഥിച്ചു. ചിമ്മു അടുക്കളയിൽ ചെന്നപ്പോൾ അർജുൻ പതിവ് പോലെ ചായ ഇടുന്നുണ്ട്. അവൾക്കുള്ളത് അവനെടുത്ത് മേശയുടെ മുകളിൽ വെച്ചു. ചിമ്മു ഫ്രിഡ്ജിൽ നിന്നും പൊട്ടറ്റോ എടുത്തു വെച്ചു. തലേദിവസം നാളികേരം ചെരുകിയതും എടുത്ത് തണുപ്പ് പോകാൻ വെച്ചു. ദോശ ഉണ്ടാക്കുവാനുള്ള മാവരച്ച് അവൾ വെച്ചു. അമ്മയോട് ചോദിച്ച ശേഷമാണ് ചെയ്തത്. പക്ഷേ മാവ് പുളിച്ചു വന്നില്ല. അതും നോക്കിക്കൊണ്ട് ചിമ്മു നിൽക്കുവാണ്. ഇത് ശരിയായില്ലേ ആവോ? അവൾ തന്നെത്താൻ പറഞ്ഞു. എങ്കിലും അർജുൻ കേൾക്കുകയെന്നാണ് അവളുടെ ലക്ഷ്യം. അവൻ കേട്ട ഭാവം നടിക്കാതെ ചോറെടുത്ത് തിളപ്പിക്കാൻ വെച്ചു. പെണ്ണാണെങ്കിൽ അമ്മയെ ഫോൺ വിളിച്ച് ഈ കാര്യം അവതരിപ്പിച്ചു. കുറച്ച് സമയം കൂടി നോക്കാൻ രേഷ്മ അവളോട് പറഞ്ഞു. ആ സമയത്ത് അർജുൻ സാമ്പാർ വയ്ക്കാനുള്ള പച്ചക്കറി നുറുക്കി വെച്ചു. പരിപ്പെടുത്ത് കുക്കറിൽ വിട്ടു. ഈ മാവ് പൊന്തിയില്ല, ഇനി എന്നാ ചെയ്യും? അവൻ്റെ അടുത്തേക്ക് വന്ന് ചിമ്മു പറഞ്ഞു. അർജുൻ ഗോതമ്പ് മാവെടുത്ത് ലൂസായിട്ട് കലക്കി. അല്പം ഉപ്പും ഇത്തിരി നാളികേരവും ഇട്ട് മിക്സിയുടെ ജാറിൽ ഒഴിച്ചു. നന്നായി ബ്ലെൻഡ് ചെയ്ത് അത് മാറ്റി വെച്ചു. അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ചിമ്മു നോക്കി നിന്നു.
നല്ല അസലായിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കി. സാമ്പാറും അടുപ്പിലാക്കി. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും നാളികേര ചമ്മന്തിയും മുട്ട ചിക്കിയതുമായിട്ട് അവൻ തനിക്കുള്ള ചോറ് പൊതികെട്ടി. നിനക്ക് വേണ്ടതെടുത്തോ, അവൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. തുടരും.